അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഗ്രീൻ പീസ് സ്റ്റൂ ആണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഇവിടെ ഒരു ബൗള് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്കൊന്ന് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് നെതിട്ട് കൊടുക്കാം. ഇത് തട്ടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തക്കാളിയും ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു സവോളനെ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് നല്ല വെന്ത് നല്ല പാകമായിട്ട് ഇരിപ്പുണ്ട്. ഇതിലേക്ക് ഞാൻ അവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നല്ല തിളച്ച ശേഷം ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് നമുക്ക് ആ സ്റ്റൂവിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.